ഹലോ എവ്രി വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പല ആളുകളും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കംപ്ലൈൻ്റ് ആണ്. റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് വളരെയധികം ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ ഇടയായിട്ട് അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, ഒരു താല്പര്യക്കുറവ് കണ്ടിന്യൂസ് ആയി അവരുടെ ഭാഗത്തുനിന്നും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ ഇങ്ങനെയുള്ള ഒരു കംപ്ലൈൻറ്റ് നേരിടുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ചില കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻറ്റൻഷനലി നമ്മളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു കംപ്ലൈൻറ്റ്. സോ ആ കംപ്ലൈൻറ്റ് വരാൻ കാരണമാകുന്ന ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്കത് മാറ്റാൻ സാധിക്കുക. ഒന്നാമതായിട്ട് നിങ്ങളോട് ഇൻട്രസ്റ്റ് കുറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ നിങ്ങൾ വളരെയധികം പ്രെഡിക്റ്റബിൾ ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എല്ലാ കാര്യത്തിനും എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക്, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ഒരു ഓപ്പൺ ബുക്ക് പോലെ വായിച്ച് എടുക്കാൻ അല്ലെങ്കിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കും, നിങ്ങൾ എപ്പോൾ അവൈലബിൾ ആകും, ഇത്തരത്തിൽ നിങ്ങൾ വളരെയധികം പ്രെഡിക്റ്റബിൾ ആണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഒരു മിസ്സിങ് വരാനുള്ള ഒരു സ്പേസോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കും എന്ന് ആലോചിക്കാനുള്ള ഒരു സ്പേസ് പോലും അവർക്ക് കിട്ടുന്നില്ല. ബിക്കോസ് നിങ്ങൾ അത്രയും പ്രെഡിക്റ്റബിൾ ആണ്, അവർക്ക് അത്രയും നിങ്ങളെക്കുറിച്ച് ക്ലിയർ ആയി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങളോടുള്ള ഒരു ക്യൂരിയോസിറ്റി കുറയ്ക്കും. മാത്രമല്ല പതിയെ പതിയെ നിങ്ങളോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കുറയാൻ ഇത് കാരണമാകും. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ഇത് പോസിറ്റീവ് ആയിട്ടാണ് കേട്ടോ നിങ്ങൾ എടുക്കേണ്ടത്. അതായത് എക്സൈറ്റ്മെന്റ് കുറയുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആയിട്ട് ഇവിടെ വരുന്നത്. സോ ആ എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയി എന്ന് തോന്നുന്ന ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് റീബിൽഡ് ചെയ്യാൻ സാധിക്കും. സോ ആ എക്സൈറ്റ്മെന്റ് പോയി എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു റീസൺ, നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ. സോ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് വീണ്ടും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇതിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും 1-2 ആക്ടിവിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. അങ്ങനെയാവുന്ന സമയത്ത് വളരെ ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് ആ കാര്യത്തിൽ എൻഗേജ്ഡ് ആകാൻ സാധിക്കും. സോ നിങ്ങൾ എപ്പോൾ ഫ്രീ ആകും അല്ലെങ്കിൽ എപ്പോഴും ഫ്രീ അല്ല എന്നുള്ളൊരു തോന്നൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം അവർ ചിന്തിക്കാൻ തുടങ്ങും. സോ പ്രെഡിക്റ്റബിൾ അല്ലാതെ മാറാൻ നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ 1-2 ആക്ടിവിറ്റീസ്, അത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത്തരത്തിലുള്ള ഒരു അൺപ്രഡിക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്നുള്ളത് കൃത്യമായി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പേഴ്സണൽ ഗൈഡൻസ്, നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ആവശ്യമുള്ള ആളുകളെ കോൺടാക്ട് ചെയ്യാം. ഇനി രണ്ടാമതായി നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ നിങ്ങൾ ഓവർ എഫേർട്ട് ഷോ ചെയ്യുന്നു എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങളാണ് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി, മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ എഫേർട്ടും എടുക്കുന്നത്. സോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഗ്രാജുവലി ഫീൽ ചെയ്യും അതൊരു വൺ സൈഡഡ് റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ആ റിലേഷൻഷിപ്പിൽ ഒരു റോളൊന്നുമില്ല എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാകാൻ ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ്, നിങ്ങളെ സർപ്രൈസ് ചെയ്യിപ്പിക്കണം, അങ്ങനെയുള്ള തോന്നലുകളൊക്കെ പതിയെ പതിയെ കുറയാൻ തുടങ്ങും. ബിക്കോസ് ഓവറായിട്ട് അവിടെ ഒരു എഫേർട്ട് നിങ്ങളാണ് ഷോ ചെയ്യുന്നത്, ഒരു വൺ സൈഡഡ് ആയിട്ട് ഗ്രാജുവലി അവർക്ക് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവർ ഷോ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ ഓവർ ഷോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ എൻറ്റയർ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടേത് മാത്രമാണ് എന്ന രീതിയിലാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് നിങ്ങളുടെ ആക്ഷൻസ് എന്നുണ്ടെങ്കിൽ അതിനൊരു ചേഞ്ച് വരുത്തുക. പകരം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് മാത്രം എടുക്കുക. എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് സംസാരിക്കുന്നതിനായിക്കൊള്ളട്ടെ, മീറ്റ് ചെയ്യുന്നതിനായിക്കൊള്ളട്ടെ, എല്ലാ കാര്യത്തിലും നിങ്ങളാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും ആ ഒരു എഫേർട്ട് എടുക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതിനുള്ള ഒരു പേഷ്യൻസ് കാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാവുന്ന സമയത്താണ് അതൊരു കൃത്യമായിട്ടുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുള്ളൂ. മാത്രമല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഇൻട്രസ്റ്റ് കുറയാതെ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഓവർ ഷോ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക.
എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ഇനി മൂന്നാമതായിട്ട് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ് നിങ്ങൾ വളരെയധികം ക്ലിങ്ങി ആയി, അതായത് എപ്പോഴും ഒട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ അട്ട ഒട്ടിപ്പിടിച്ച പോലെയാണ്, വിടുകയില്ല എന്നൊക്കെ പറയില്ലേ. സോ അത്തരത്തിലുള്ള ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ അത്തരത്തിലാണ് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയാൻ കാരണമാകുന്ന ഒരു റീസൺ. ബിക്കോസ് അവർക്ക് നിങ്ങൾ അവരെ പാമ്പർ ചെയ്യുന്നു അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു ശ്വാസം മുട്ടലായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും, ഇത്തരത്തിൽ വളരെയധികം ഇമോഷണലി ഡിപ്പെൻഡഡ് ആയി മാറുന്ന സമയത്ത്. സോ ഇങ്ങനെ ക്ലിങ്ങി ആയി ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുക. അതിന് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നിലവിലുള്ള റൊട്ടീൻ ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പല റീസൺ കൊണ്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അതായത് വളരെ ക്ലിങ്ങി ആയി എപ്പോഴും അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഓവർ അറ്റാച്ച്ഡ് ആയിക്കൊണ്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുക. അത് എന്ത് റീസൺ കൊണ്ടാണെങ്കിലും അതിനൊരു മാറ്റം വരുത്തുക. പകരം നിങ്ങളുടെ ആ ഒരു റൊട്ടീൻ, നിങ്ങളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന റൊട്ടീനിൽ ഒരു ചേഞ്ച് വരുത്തുക. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു പുതുമ ഫീൽ ചെയ്യും. ലൈക്ക് ഞാൻ എന്തോ ഒരു കാര്യം ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് സ്വയം നിങ്ങൾക്ക് തന്നെ തോന്നാൻ തുടങ്ങും. ആ ഒരു പുതുമ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. സോ നിങ്ങളുടെ റൊട്ടീൻ ഒന്ന് ചേഞ്ച് ചെയ്യുക. ഇമോഷണലി വളരെ ക്ലിങ്ങി ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇമോഷണലി കുറച്ചുകൂടി മെച്ചുവേർഡ് ആവാൻ വേണ്ടി ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നമ്മളോടുള്ള ഇൻട്രസ്റ്റ് കുറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഒരു പ്രശ്നം കാരണം മാത്രമായിരിക്കില്ല. നമ്മൾ ഈ പറഞ്ഞ മിസ്റ്റേക്കുകളൊക്കെ നമ്മളാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് പലപ്പോഴും നമ്മളോടുള്ള ഇൻട്രസ്റ്റ് കുറയാൻ കാരണമാവുന്നത്. സോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അതിന് ചേഞ്ച് വരുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഈ ഒരു മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്